പുലർച്ചെയാണ് അബുദാബിയിലെ ഖസാദ് എന്ന പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് നേരെ ഇറാനിൽ നിന്നും വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിൽ 5 പേർക്ക് പരിക്കേറ്റതായി അബുദാബി മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ 5 പേരും ഇന്ത്യക്കാരാണ്. ഗുരുതരമായ പരിക്കേറ്റവരും ഇക്കൂട്ടത്തിലുണ്ട്. ആ മിസൈൽ ആകാശത്ത് വെച്ച് UAE പ്രതിരോധിക്കുമ്പോൾ ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഖസാദിലേക്ക് വീണ് ആണ് ആളുകൾക്ക് പരിക്കേറ്റത്. ഇതിന്റെ ഭാഗമായി 2 തീപിടുത്തവും ഉണ്ടാകുന്നുണ്ട്. ഈ അവശിഷ്ടങ്ങൾ വീണ് കേടുപാടുകൾ സാരമായിട്ടുള്ള കേടുപാടുകൾ കെട്ടിടത്തിന് പറ്റുകയും ചെയ്തു. ഏതായാലും തീയൊക്കെ പൂർണ്ണമായി അണച്ചു. ഈ മേഖല പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ്. ഖസാദിന്റെ ഒരു പ്രത്യേകത, അബുദാബിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയാണ്, പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഖസാദ്. വാണിജ്യം, വ്യാപാരം, ചരക്കു നീക്കം, ഇങ്ങനെ 3 മേഖലകളെയും ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് ഖസാദിന്റെ ഒരു പ്രത്യേകത. ദുബായിൽ നിന്നും അധികം അകലെയല്ല ഖസാദ്. ദുബായ് കഴിഞ്ഞ ഒരു അല്പം നമ്മൾ അബുദാബിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് കാണാവുന്നതാണ് ഖസാദ്. അവിടത്തേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ 5 പേർക്ക് കൂടി പരിക്കേറ്റതോടുകൂടി UAE ഇതുവരെ ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 176 11 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കമുള്ളവർ അതിലുണ്ട്. അബുദാബിയിൽ തന്നെ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കഴിഞ്ഞിടയ്ക്ക് ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും UAEക്ക് നേരെ നടക്കുന്നുണ്ട്. ഏതാണ്ട് ഈ ആക്രമണം തുടങ്ങിയിട്ട് 29 ദിവസമാകുമ്പോൾ ഈ 29 ദിവസവും UAEക്ക് നേരെ ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള രാജ്യവും UAE ആണ്.